ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ കറിയാണ്, തേങ്ങ വറുത്തരച്ച വെണ്ടയ്ക്ക തീയൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കാം. ഈ ഒരു സമയം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കാം. പൊടികളും തേങ്ങയും കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ പൊടികളുടെ പച്ചമണം മാറി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നല്ലവണ്ണം അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം വേണം ചേർത്ത് കൊടുക്കാൻ. ചൂടായ എണ്ണയിലേക്ക് 15 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ടേസ്റ്റ് കൂടുതൽ ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ്. ഇനി ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിക്കനുസരിച്ച് 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 തണ്ട് കറിവേപ്പില. ഇനി ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയും വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് വഴറ്റിയെടുക്കുമ്പോഴേക്കും വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റായി കുക്കായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോവരുത്, ഒരുപാട് കട്ടിയായി പോവരുത്. ആ ഒരു പാകത്തിന് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ.
ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ കറി നല്ലവണ്ണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഉലുവാപ്പൊടിയുടെ അളവ് കൂടരുത്, ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നതും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതും 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. താളിപ്പ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള വറുത്തരച്ച വെണ്ടയ്ക്ക തീയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെയും ചൂട് ചോറിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.